ഒരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നിലനിൽക്കാൻ ഇങ്ങനെ എല്ലാവിധ ക്രിയകളോടും കൂടി പ്രദർശിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നിലനിൽക്കാൻ ഒരു ഭക്തൻ എന്തെല്ലാം പരിപാലിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ്. പ്രധാനമായും ഈ ഭക്തൻ എങ്ങനെ പോകുന്നു അമ്പലത്തിലേക്ക്, അതനുസരിച്ചായിരിക്കും ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ചൈതന്യം നിലനിൽക്കുക. വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. അതായത് ഒരു ഭക്തൻ പോകുമ്പോൾ പൂർണ്ണമായി ശുദ്ധമായി വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ. കുളിച്ച് ശുദ്ധമായി അമ്പലത്തിലേക്ക് പോകണം എന്ന് പറയുന്നു. പണ്ടൊക്കെ ഈറൻ വസ്ത്രങ്ങളായി പോയിരുന്നു. ഇപ്പോൾ ഒരു പരിധി വരെ പറഞ്ഞാൽ അത് പാടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ പോളിയസ്റ്റർ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ളം ഒറ്റി വീഴാൻ സാധ്യതയുണ്ട്. ഒരു ക്ഷേത്രത്തിനകത്തും ഒരു ഭക്തൻ്റെ ദേഹത്തു നിന്ന് വെള്ളം ഒറ്റി വീഴാൻ പാടില്ല. അതുകൊണ്ട് ശുദ്ധമായ നല്ല അലക്കിയ വസ്ത്രം ഉടുത്ത് പോവുകയാണ് ഏറ്റവും നല്ലത്. പറ്റുമെങ്കിൽ വെള്ള വസ്ത്രങ്ങൾ ധരിച്ചു പോവുക. കാരണം ഈ ബിംബത്തിൽ നിന്ന് ഭക്തനിലേക്ക് സദാസമയവും രശ്മികൾ ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ രശ്മികൾ ഈ ദേഹത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കറുപ്പ് പാടില്ല, മറിച്ച് വെള്ളയോ മറ്റോ അതുപോലുള്ള വസ്ത്രങ്ങളോ ആയിരിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. എങ്ങനെയായാലും കുളിച്ച് അമ്പലത്തിൽ പോവുക. അമ്പലത്തിൽ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം? പുറത്ത് ഏത് അമ്പലത്തിൻ്റെ, കേരള ക്ഷേത്രങ്ങളിലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും മിക്കവാറും പുറത്ത് ഒരു ആൽമരമുണ്ടാവും. ആൽമരം എന്ന് പറഞ്ഞാൽ അരയാൽമരം ഉണ്ടാവും. അരയാൽമരം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ധർമ്മത്തിൽ ഏറ്റവും മഹത്തരമായ ഒന്നാണ്. മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് അർജുനനോട്, അർജുന ഞാൻ വൃക്ഷങ്ങളിൽ അരയാലാണെന്ന് പറയുന്നത്. അത്രയും പവിത്രമാണത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഭക്തനാരിലേക്ക് കയറേണ്ടത്? കിഴക്കോട്ട് തിരിഞ്ഞ് അരയാൽ തറയൊക്കെ കെട്ടി ഒരു ഇരകോലിൻ്റെ മാതിരി തന്നെ ഭൂമി ആകാശത്തൊക്കെ വേറെടുത്ത് മൂന്നാക്കി തിരിച്ച ഒരു പ്രത്യേക തരത്തിലാണ് അരയാലിൻ്റെ തറ കെട്ടിയിട്ടുണ്ടാവുക. അതിലേക്ക് പ്രവേശിക്കുക. സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടാവും. കയറി കിഴക്കോട്ട് തിരിഞ്ഞ് അരയാലിൻ്റെ തറയിലേക്ക് കയറുക. എന്നിട്ട് അരയാലിൽ കയറി കഴിഞ്ഞാൽ തൊഴുത് സാധനങ്ങൾ വല്ലതും കടക്കെ വെച്ച് തൊഴുത് അരയാലിന് ചുവടുന്ന് മുകളിൽ വരെ തൊഴുക. അത് പ്രാർത്ഥിക്കേണ്ടത് മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ തേ നമാനം. വൃക്ഷരാജാവാണ് ഈ അരയാൽ. ഈ അരയാലിൻ്റെ ഓരോ ഭാഗത്തും ഓരോ ദേവസങ്കല്പമുണ്ട്. മൂലതോ ബ്രഹ്മരൂപായ അരയാലിൻ്റെ താഴ്ഭാഗത്തായി ബ്രഹ്മദേവനുണ്ട്, സാക്ഷാൽ ബ്രഹ്മാവ്. മധ്യതോ വിഷ്ണുരൂപിണേ മധ്യഭാഗത്തായി സാക്ഷാൽ വിഷ്ണു ഭഗവാനുണ്ട്. അഗ്രതോ ശിവരൂപായ അരയാലിൻ്റെ അഗ്രത്തിൽ ശിവഭഗവാനുണ്ട്. പലപ്പോഴും തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. അരയാലിൻ്റെ ഇലയിൽ കൃഷ്ണൻ കിടക്കുന്നത് കണ്ടപ്പോൾ അരയാൽ ഇല മുകളിലല്ലേ, അതുകൊണ്ട് അവിടെ ആയിരിക്കും വിഷ്ണു എന്നൊരു ധാരണ ഉള്ളൊരു പലരും ഉണ്ട്. അതല്ല, മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ തേ നമ എന്നു പറഞ്ഞ് തൊഴുത് കൈകൾ കൂപ്പിപ്പിടിച്ച് 7 പ്രദക്ഷിണമാണ് അരയാലിന് വയ്ക്കേണ്ടത്. 7 പ്രദക്ഷിണം വയ്ക്കണം. അത് വളരെ ശാസ്ത്രീയം കൂടിയാണ്. 7 പ്രദക്ഷിണം പതുക്കെ അടിവെച്ച് പ്രദക്ഷിണം വയ്ക്കണം. അരയാൽ തൊടാൻ പാടില്ല. ഒരിക്കലും അരയാൽ തൊട്ട് പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല. അരയാൽ തൊടാനേ പാടില്ല. 7 പ്രദക്ഷിണം വയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അരയാൽ? ഒരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്. എന്താണ് ശാസ്ത്രീയ വശം? അരയാൽ ഈ ലോകത്തൊരു വ്യത്യസ്തമായ വൃക്ഷമാണ്. 33 ലക്ഷം യൂണിറ്റ് ഓഫ് ഓസോൺ ഒരു ദിവസം വിസർജിക്കുന്ന ലോകത്തൊരൊറ്റ വൃക്ഷമുള്ളത് അരയാലാണ്. അപ്പോൾ അരയാലിനെ നമ്മൾ രാവിലെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഈ ഓസോണിന് പ്രത്യേകത വെച്ചാൽ അതിങ്ങനെ ചോട്ടിൽ കട്ടിയായി കിടക്കുന്നുണ്ടാവും. നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഈ അരയാലിൽ നിന്നുള്ള ഊർജ്ജം, ആ ഊർജ്ജം നമുക്ക് ശ്വസിക്കാൻ കഴിയും. പതുക്കെ ഏത് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് വേണ്ട ഫുൾ എനർജി നമുക്ക് ആ ശ്വാസത്തിൽ കൂടി നമുക്ക് കിട്ടുന്നതാണ്. ജ്യോതിഷപ്രകാരം പറയുക, അരയാലിന് 7 പ്രദക്ഷിണം വെച്ചാൽ അവന് ശനി പീഡകളൊന്നും ഉണ്ടാവില്ല, ആയുരാരോഗ്യ സൗഖ്യങ്ങളുണ്ടാവും. 3 മൂർത്തിക്ക് രണ്ടും ഫലമൊന്നു തന്നെയാണ്. അവന് പൂർണ്ണ ആരോഗ്യവാനായി അരയാൽ തൊടാതെ പ്രദക്ഷിണം വെച്ച് ഇറങ്ങി വരിക. ഇറങ്ങി വന്നാൽ അമ്പലത്തേക്ക് പ്രവേശിക്കാം. ഈ അമ്പലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അമ്പലത്തിന് ഗോപുരം ഉണ്ടാവും പല അമ്പലങ്ങൾക്കും. എന്നാൽ പല ക്ഷേത്രങ്ങളിലും ഗോപുരം ഉണ്ടാവില്ല. മഹാക്ഷേത്രങ്ങളാണെങ്കിൽ ഗോപുരം ഉണ്ടാവും, അല്ലാത്ത ക്ഷേത്രങ്ങളിൽ ഗോപുരം ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഗേറ്റ് ആവും, ചിലപ്പോൾ ഒരു സ്ഥാനം തിരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അവിടെ ദേവൻ്റെ പാദമാണ് എന്ന സങ്കല്പത്തിൽ അവിടെ തൊട്ട് തലയിൽ വയ്ക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് വേണം? ചെരുപ്പ് പുറത്ത് വയ്ക്കണം എന്നർത്ഥം. കാരണം
ദേവൻ്റെ പാദത്തിലേക്ക് ഞാനിതാ ചവിട്ടാൻ പോവുകയാണ്, അതുകൊണ്ട് അവിടെ പ്രവേശിക്കാൻ പോവാണ്, ചെരുപ്പ് പുറത്ത് വയ്ക്കണം. ചെരുപ്പിട്ടുകൊണ്ട് മതിലകത്ത് കിടക്കാനേ പാടില്ല. അവിടെ ദേവൻ്റെ മതിലകം തുടങ്ങുകയാണ്. മതിൽ മുഴുവൻ ആ മതിലകം മുഴുവൻ ദേവശരീരം എന്നാണ് പ്രതിഷ്ഠാ സങ്കല്പം. അതായത് ഒരു പ്രതിഷ്ഠ കഴിഞ്ഞാൽ ആ ചൈതന്യത്തിലെ കൊടിമരം വരെ ഉയർത്തും. താന്ത്രിക മന്ത്രങ്ങളെ കൊണ്ട് ആ ദേവചൈതന്യം ഉയർത്തിക്കൊടുന്ന് ഒരണുവായി ആദ്യം ഈ കലശ പ്രതിഷ്ഠാ സമയത്ത് അങ്ങനെയാണ് ചെയ്യുക. അതായത് ഒരു വലിയ ചൈതന്യത്തെ ഒന്നിച്ച് സന്നിവേശിക്കാൻ പറ്റില്ല ബിംബത്തിലേക്ക്. അപ്പം എന്താ ചെയ്യാൻ തന്ത്രമന്ത്രങ്ങളെ കൊണ്ട് ആ ദേവൻ്റെ ശക്തിയെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കും, ഒരു സ്പോട്ടാക്കി മാറ്റും. എന്നിട്ട് അതൊരു കലശത്തിലേക്ക് ആവാഹിച്ച് വെച്ചിട്ടുണ്ടാവും. ആ കലശം ആവാഹിക്കുമ്പോൾ ആ ചൈതന്യം ആ ബിംബത്തിലേക്ക് പ്രവേശിക്കും. അത് പിന്നീട് ഇത് വലുതാക്കി എടുക്കണം. മന്ത്രങ്ങളെ കൊണ്ട് ആ ബിന്ദുവായിരുന്ന ചൈതന്യത്തെ വലുതാക്കി എടുത്ത് ആ ബിംബം മുഴുവൻ അസ്ത്രങ്ങളടക്കം, അതായത് ആയുധങ്ങൾ, കൈകൾ, അതിലൊക്കെ വിന്യസിച്ച് കഴിയും. അത് കഴിഞ്ഞാൽ ആ ചൈതന്യം ആ ശ്രീകോവിൽ മുഴുവൻ വിന്യസിക്കും. അത് കഴിഞ്ഞാൽ വേറെ മന്ത്രങ്ങളെ കൊണ്ട് ആ അമ്പലം മുഴുവൻ വിന്യസിക്കും. അത് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ മതിലകം മുഴുവൻ ആ ചൈതന്യം അങ്ങനെ നിറഞ്ഞു നിർത്തും. അതാണ് അതിൻ്റെ തന്ത്രവിദ്യ. ആ മതിലകം മുഴുവൻ ദേവശരീരമായി ഉയർത്തും. അങ്ങനെയുള്ള ശരീരത്തിലേക്ക് നമ്മൾ ചെരുപ്പിട്ട് കിടക്കാൻ പാടില്ല.